GS പോകണം. ഒരു വ്യൂ കാണിച്ചു തരാം. KSRTC ഇതാണ്. അതെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയൽ ബ്രേക്കർ. ഗായ്സ്, നമ്മൾ പോകാൻ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാലേ നമ്മുടെ പൂർമെൻസ് ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടാ. പാവങ്ങളുടെ ഊട്ടി എവിടെ നിന്നല്ലേ, നെല്ലിയാമ്പതി കണ്ടാ പോകാൻ പോണേ. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിക്കുള്ള യാത്ര കേട്ടെന്ന്. ഞാനിപ്പോൾ രാവിലെ ഒരു 8-8:30 ഇപ്പോൾ ഇറങ്ങിയതാണ്. നെല്ലിയാമ്പതി എവിടെ എല്ലാവർക്കും അറിയാമല്ലോ, പാലക്കാടാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 10-75 കിലോമീറ്ററോളം ഞങ്ങളുടെ അവിടെ നിന്ന്, തൃശ്ശൂർ ആറ്റൂർ ഭാഗത്ത് നിന്ന്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. നെല്ലിയാമ്പതി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ റൈഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നെല്ലിയാമ്പതി ഫുള്ളും കേവ്സും കോർണേഴ്സും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ചൂടാണെങ്കിലും നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ പോകാനൊക്കെ നല്ലൊരു വൈബാണ് നെല്ലിയാമ്പതി. അപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കണത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ റോഡൊക്കെ അടിപൊളി കേട്ടോ. പാലക്കാട് ഏരിയയ്ക്ക് കിടന്ന് എത്തിയിട്ടില്ല, നമ്മളവിടെ എത്താറാകുമ്പോഴേക്കുള്ള റോഡും അതുപോലത്തെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഉള്ള അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി ഭാഗത്തേക്കൊക്കെ വരാം കേട്ടോ. നെന്മാറ റോഡ് കയറി കേട്ടോ. നെന്മാറ റോഡ് തന്നെയാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോകണത്. അപ്പോൾ ആ റോഡ് കയറി നമ്മൾ ആ ഹൈവേതും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നു. ഇപ്പോൾ ഫുള്ള് ഇങ്ങനത്തെ റോഡായി. ഇതാണ് കേട്ടോ പാലക്കാടിൻ്റെ ഭംഗി. ഓക്കെ, ഇവിടെ പാനയൊക്കെ നിൽക്കണുണ്ടോ. റോഡും നല്ല റോഡ്, നല്ല കേർവ്സൊക്കെ വന്നു ഒരേ പെട്ട. നമ്മളിപ്പോൾ നെന്മാറ എത്തി കേട്ടോ. നെന്മാറെത്തി. ഇനി നെന്മാറയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. ഒരു റൈറ്റിലേക്കൊരു വഴിയുണ്ട്, മാപ്പ് ആ വഴിനെ കാണിക്കണേ. EMS പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ അവിടെ നിന്ന് നെന്മാറയിൽ നിന്ന് റൈറ്റ് എടുത്ത് പോകുന്നില്ല, അവിടെ നിന്ന് പിന്നെ സ്ട്രൈറ്റ് തന്നെ ഉണ്ടോ, വേറെ ഡീവിയേഷനും കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിന്ന് ഒരു അപ്രോക്സ് ഒരു 27 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്താം. അതിൻ്റെ ഇടയിലാണ് ഫോറസ്റ്റ് റോഡും കാര്യങ്ങളും വരുന്നത്. നമുക്കവിടെ മരങ്ങളൊക്കെ കാണാം കേട്ടോ, ബേഡ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഈ സൈഡിൽ കാണാം, ഇവിടെ കാണാണ്ടറിയില്ല, എനിക്ക് കാണാം. ഇവിടെ ഗഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിളായി തുടങ്ങി. വലിയ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു പോത്തുണ്ടി ഡാമുണ്ട് കേട്ടോ. ഇവിടെ നമ്മളതിൻ്റെ സൈഡിൽ കൂടെ പോണേ, നമുക്ക് എന്തായാലും കാണാൻ പറ്റും, നോക്കാം. ഡാം അതിൻ്റെ മേലിലാട്ടാ കാണുന്നത്. എന്താ നമുക്ക് നോക്കി നോക്കാം, തിരിച്ചുവരാൻ പറ്റിയപ്പോൾ കയറി നോക്കി നോക്കാം. പേര് കൊടുക്കണം, ഫോൺ അവിടെ നിന്നിട്ട് ചായ ഓഫ് ചെയ്യാൻ. ഏതാ 3 മണിക്ക്? ഓക്കെ. പേര് വണ്ടിക്ക് എഴുതിയില്ലേ? ഏതാ വണ്ടി? RC. ഓക്കെ, ശരി, താങ്ക് യു. ഗൈസ്, അവിടെ വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. 3 മണിക്കുള്ളിൽ തിരിച്ചു വരണം, അത്രേ ഉള്ളൂ. വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഫുള്ളും ഫോറസ്റ്റ് റോഡ് തുടങ്ങാം കേട്ടോ. ഒരു ചെറിയ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ ഡാമിലേക്കുള്ള. നമുക്ക് നോക്കാം. അതൊന്നും ക്ലോസ്ഡ് ആവും, വേണ്ട, നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. ഇരിക്കണേ റോഡെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റോഡെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പാച്ചസും പിന്നെ ബംസും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡുകളിൽ. നമുക്ക് വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും സ്പോട്ട് ചെയ്യാൻ പറ്റും, നോക്കിയേക്കാം. ആനകളൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും, അടിപൊളിയാണ്.
കാരണം ഇവിടെ റോഡ് അത്ര നല്ലതെന്നല്ല. മഴയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ. വ്യൂ നോക്കിയേ, അടിപൊളി ഉണ്ടല്ലേ. ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റും. പൈസ കുറച്ചുകൂടെ കയറിയാന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി നോക്കിയേ, ഡാമും കാര്യങ്ങളൊക്കെ. നല്ല നീളമുള്ള ഡാമാണ് കേട്ടത്. ഏറ്റവും മൂലം അറ്റം വരെ ഡാമും കാര്യങ്ങളൊക്കെ കാണാണ്ട്. താഴത്തെ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ടല്ലേ. നമുക്ക് നേരെ പോവാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും വെയിലാവും. പുകഞ്ഞു പോയി ചിലപ്പോൾ. ഞാനിങ്ങനെ പോവാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, വ്യൂ കാരണം നോക്കിയേ. നമ്മുടെ ഈ ഉണങ്ങിയ മരങ്ങളുടെ ഇടയിൽ കൂടെ പച്ചപ്പും കാര്യങ്ങളൊക്കെ നോക്കി വൈബ്. ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന ഓടിച്ചാൽ മൈൻഡൊന്ന് റീഫ്രഷ് ആവും. നല്ല പ്ലേസ്. ജസ്റ്റ് വൈസർ തുറന്നോടിക്കാൻ നല്ല എയറും കാരണം കേട്ടോ. കുറങ്ങന്മാർ തമ്മിൽ അടി കൂർന്നു. നമ്മൾ മേലയിൽ ഇഷ്ടംപോലെ കുറങ്ങന്മാരുണ്ട്. ഇവന്മാർ കയ്യിൽ നിന്നൊക്കെ ഓരോ തട്ടിപ്പറിച്ചോണ്ട് വാ KSRTC. ഇതാണ് വൈബ്. ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയാലും അവിടെ ഒരു KSRTC വരുന്നുണ്ടല്ലേ, ഓ വൈബ്. ഓക്കെ, വേറെ നോക്കി കാണണ്ട. ഈ സൺഡേ ആയിട്ട് നമുക്ക് റോട്ടിൽ നല്ല റഷ് ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ക്രോസിംഗ് സോൺ. ഇവിടെയാണ് നമ്മൾ ആനയെ സ്പോട്ട് ചെയ്തിരിക്കും. എനിക്ക് തോന്നല്ലേ ഉച്ചയ്ക്ക് വരുന്നത്. ഉച്ചന്നാ ടേസ്റ്റ് 10 മണിയായിട്ടുള്ളൂ കേട്ടോ. ഇത് കൊള്ളാല്ലേ. പോണ വഴി അടിപൊളി തന്നെ കേട്ടോ. കുറേ പേര് ഇവിടെ എടുത്ത് ഫോട്ടോയും കണ്ടൊക്കെ കേട്ടോ. നമുക്കൊന്നും കൂടെ വേണമെങ്കിൽ നിർത്താം. ജസ്റ്റ് ഇതാ നമ്മൾ കയറി വന്ന വഴി ആ വഴി കേട്ടോ. ഡാമും കാറിലൊക്കെ അവിടെയാണ് കിടക്കണത്. ഓക്കെ, വൈബ് കൊള്ളാമല്ലേ. അപ്പോൾ നമുക്ക് കുഞ്ഞ് ഇവിടെ നിന്ന് പോവാം. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കണ്ട. നമുക്കും ഫോട്ടോ എടുക്കാൻ പറ്റുമോ. അവിടെ ലെഫ്റ്റ് സൈഡിൽ വലിയൊരു പാറ, റൈറ്റ് സൈഡിൽ വലിയൊരു കൊക്ക. അടിപൊളി. അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും ഇതിന് മേലെ കയറി കഴിഞ്ഞാൽ. ചേട്ടാ വ്യൂ പോയിന്റ് നെല്ലിയാമ്പതി വ്യൂ പോയിന്റ് നേരല്ലേ? ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നേരാട്ടോ നമുക്ക് വേണ്ട. മേലെ വന്നപ്പോൾ വേറൊരു വൈബ്. വൈൽഡ് അനിമലില്ല, ഡൊമസ്റ്റിക് അനിമലിനെ കണ്ടു. പശു. ഇവിടെ കുറേ ആൾക്കാർ താമസിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ
ഫെൻസിങ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇത് എന്താ സംഭവം മനസ്സിലാണ്. എന്തൊരു കൃഷി ഉണ്ടോ അവിടെ, എന്താ സംഭവം അറിയില്ല. ഓ നോക്കി ഇവിടെ നെല്ലിയാമ്പതി ഇവിടെ കുറേ വണ്ടി ജീപ്പും കാറിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ട്രിപ്പും കാറിനൊക്കെ അടിക്കാനുള്ളത് കുറേ ജീപ്പുകൾ കിടക്കുന്നുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ജീപ്പുകളാ. നേരെ പോവാ അല്ലേ? ഓക്കെ. ഓഫ് റോഡോ? എവിടെയാ? മലയുടെ മുകളിൽ പോകുന്നതാണ്. അത് 4 വീൽ ജീപ്പ് മാത്രമേ വിടുള്ളൂ. 4 വീൽ ജീപ്പ് മാത്രമേ ഉള്ളൂ അല്ലേ? ബൈക്ക് പോകില്ല അല്ലേ? ഓക്കെ. അതെങ്ങനെ ചാർജ് ചെയ്യണേ? മോഹൻലാലിന്റെ ഭ്രമരം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത പോയിന്റാണ്. അതെ അല്ലേ? അത് ചാർജൊക്കെ എങ്ങനെ വരണേ? ചാർജ് ജീപ്പിന് 1400 രൂപ വാടകയുണ്ട്. ഫോറസ്റ്റിന്റെ ഫീ ഉണ്ട്. വെഹിക്കിൾ എൻട്രൻസ് ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടൈഗർ റിസർവ് കൂടിയാണ്. പറഞ്ഞപ്പോൾ ടൈഗർ ഇപ്പോൾ അവിടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനാണ് ആ ജീപ്സും കാര്യങ്ങളൊക്കെ നിർത്തിയേക്കണേ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് വരുമ്പോൾ മേ ബി നെക്സ്റ്റ് ടൈം നമ്മളെന്ത് വന്ന് വ്യൂ പോയിന്റ് കാണാനാണ്. അതാണ് നമ്മളെ ലക്ഷ്യം. പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പോവാം, നെക്സ്റ്റ് ടൈം പോവാം. ഇത് നമ്മളിപ്പോൾ ഇതാ ടീ പ്ലാന്റേഷനൊക്കെ അവിടെ എത്തിയിട്ടാ. ഈ ടീ പ്ലാന്റേഷൻ കാണാൻ പ്രത്യേകം ഭംഗിയല്ലേ? അതേ അതിൻ്റെ ഒരു വീടല്ല, അവർ താമസിക്കണവരോ. അവിടെ ഇങ്ങോട്ട് വ്യൂ പോയിന്റിലേക്ക് റൈറ്റിലേക്ക് വരികട്ടോ. അവിടെ തിരിയണ ഫുഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് ഉണ്ട് കേട്ടോ. ബ്രെഡ് ഓംപ്ലേറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ. പ്ലാസ്റ്റിക് നിരോധിത മേഖല. ഇവിടെ എന്തോ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ സംഭവം വെച്ചാൽ ഇവിടെ സൈഡാക്കാൻ പറയുന്നുണ്ട്. എന്തോ സംഭവം ചോദിച്ചോട്ടെ. പേരല്ലേ? അവിടെ അല്ല ഒന്നല്ല, ജസ്റ്റ് നമ്മുടെ പേരും വണ്ടി നമ്പറും എത്ര ആൾക്കാരുണ്ടെന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോണ് എല്ലായിടത്തും എഴുതി വെച്ചാണ് കേട്ടോ. ഗൈസ് ഇവിടെ നോക്കിയേ, ഇവിടെ നല്ല മുല്ലപ്പൂവിൻ്റെ മണെടുക്കണം കേട്ടോ. ഫുള്ള് മുല്ല. അത് കാര്യം മനസ്സിലായി. നമ്മൾ നേരത്താണ്ടൊക്കെ മുല്ലയാണ് കേട്ടോ. ഓക്കെ, നല്ല സ്മെല്ലാട്ടോ ഇവിടെ. ഓക്കെ നല്ല സ്മെല്ല്. ഗൈസ് നമ്മൾ ഇവിടെ എത്തി കേട്ടോ. പാർക്കിംഗ് ലോട്ടിലെത്തി. എത്രടാ? 10 രൂപ. 10 രൂപ. വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് കാറ്റും കാണലുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റാ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് നല്ല വ്യൂ കാണാം. കുറേ പേരുണ്ട്. അപ്പോൾ ഒരു വ്യൂ കാണിച്ചു തരാട്ടോ. നോക്കിയോ? ഓ മാൻ, നോക്കിയേ, ഇത് നോക്കിയേ, ഫുള്ളും കാണാട്ടോ നമുക്ക്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ കേട്ടോ. മാക്സിമം അവർ ഫീഡ് ചെയ്യാണ്ടിരിക്കുക. ഫീഡ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആര് വന്നാലും ഒരു ഫുഡ് കിട്ടുന്ന കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓടി വരും. അവിടെ അങ്ങനെ വരുമ്പോൾ ചോദിച്ചാൽ പറഞ്ഞ ഓടുണ്ടായിരുന്നു. പക്ഷെ അത് നോക്കിയാൽ എല്ലാവരും ഫുഡ് കൊടുക്കൊണ്ടിരിക്കുക. ഉള്ള ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. നല്ല വൈബ്. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതിലൊരു നോക്കുന്നില്ല പറയണത് ഈ മരമാണ്. ഇതാണ് നെല്ലിയാമ്പതിലൊരു ഫേസ് എന്ന് പറയുന്നത്. നെല്ലിയാമ്പതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കണം. അതാണ് വൈബ്. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
സൂയിസൈഡ് പോയിന്റ് ആണ്. ആദ്യം നല്ല കുഴിയാണ്. അങ്ങോട്ട് നമുക്ക് നല്ല ദൂരത്തേക്ക് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിലധികം കാണാനില്ല. അത് മൂടി കെട്ടി കിടക്കുക. ഇവിടുത്തെ പൈപ്പും കാര്യങ്ങളൊക്കെ അതുവരെ നമുക്ക് കടന്നു പോകാം. നോക്കാം, അതുവരെ നടക്കാം. കുറേ ആൾക്കാരും കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്രൗഡും കാര്യങ്ങളുണ്ട്. നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്ര റഷും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്ര റഷ് ഉണ്ടാവാറില്ല. സംഭവം വൈബാണ്. അപ്പം ഇനി ഇവിടെ കുറച്ച് നേരം കണ്ട് ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഓക്കെ, ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ പറഞ്ഞിട്ട് കേട്ടോ നമുക്ക് കയറുന്നു. എൻ്റെ ഇവിടെ നോക്കി കുപ്പിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ പോകുമ്പോൾ ഇവിടെ ബാഗിലിട്ട് പോയി നമ്മൾ കൊള്ളാം. വ്യൂ കൊള്ളാം, കുഴപ്പമില്ല. ഏതായാലും നോക്കി നോക്കിയാൽ അവരുടെ ഫീഡ് ചെയ്യണേ. ശരിക്കും അങ്ങനെ ഫീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പോകണ്ട. കുറേ നേരം ഇവിടെ നിൽക്കണം. അപ്പോൾ വ്യൂ അപ്പോൾ ഇവിടെ ഓർഗാനിക്കായിട്ട് ചായപ്പൊടി അങ്ങനെ സ്ക്വാഷ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റ് വേണ്ടി ഞാൻ ഇവിടെ നിന്നൊരു ചായ വാങ്ങി. കൊള്ളാം കേട്ടോ, ചായ നൈസ് ചായയാണ്, കുഴപ്പമില്ല. പെട്ടെന്ന് ചായ കിട്ടി, നല്ല ചായ ആണ്. നമ്മളിപ്പോൾ ഇതൊരു ഗ്രീൻ ടീ വാങ്ങിയിട്ടോ. 195 ആണ് കേട്ടോ വാങ്ങി. അപ്പോൾ അതൊക്കെ നമ്മളിവിടുന്ന് പോവാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മളിവിടുന്ന് ഗ്രീൻ ടീയും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു ചായ കുടിച്ചു. നമ്മൾ ഇതേനാണ് വ്യൂ പോയിൻ്റ് കാണാൻ പോയത്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. ഈ KSRTC കിടക്കണം കേട്ടോ. 1 2 3 4 4 KSRTC എടുക്കണ്ട ഇവിടെ. വരുമ്പോൾ രാവിലെ വന്നിട്ട് നല്ലത്. ചൂടായി ഇവിടെ. മേലെ തണുപ്പുണ്ടായിരുന്നു, കാറ്റിലുണ്ട്. ഇവിടെ കാറ്റെന്ന് വെച്ചാൽ അതുണ്ട്, ഭയങ്കര ചൂട്. എവിടെ ഉണ്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അറിയാൻ പോകണമെങ്കിൽ ഇവിടെ ഫുഡൊക്കെ കഴിക്കാം. അത് നോക്കിയൊക്കെ ഇവിടെ ആമ്പലും കാര്യങ്ങളൊക്കെ താമരയൊക്കെ വിരിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ കുറേ. അത് കൊള്ളാം. അവിടെ അറ്റം വരെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ തൊടരുത്. ഈ കമ്പി ഫെൻസിങ് ഇലക്ട്രിസിറ്റി ഉള്ളതാ. വൈദ്യുതി വേലി തൊടരുത്. തൊട്ട ആമ്പല് വരണത് വിരിയാൻ നിന്നിട്ട് കൊള്ളട്ടെ. എന്തായാലും ആണ് കേട്ടോ നമ്മൾ ഇറങ്ങിപ്പോണ വഴിയാട്ടത്. ഈ നോക്കിയാൽ അറ്റത്ത് കൂടെ റോഡ് കാണും. അവിടെ വണ്ടി ഓട്ടിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോവാം. ഓക്കെ, അവിടെ കൂടെ ആനക്കൂട്ടത്തോടെ കിടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആനേനെ കണ്ടില്ല ഗൈസ്. താഴത്തേക്ക് ഇറങ്ങിയ ശേഷം ഭയങ്കര ചൂടായി. മേലെ തണുപ്പുണ്ട്, താഴെ നല്ല രീതിക്ക് ചൂടും കാര്യങ്ങളായി. ഇവിടെ നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റ്. നമ്മൾ താഴെ എത്താറായിട്ടോ. റോഡൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഇല്ലെങ്കിൽ അപ്പുറത്ത് നിർത്തി കാണിച്ചിടാം. ഓ പൊളിച്ചു. പോത്തുണ്ടി ഡാമോട്ടാ കാണുന്നത്. പൊളിച്ചല്ലേ. ഗൈസ് അവിടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴുള്ള ചെക്ക് പോസ്റ്റ് എത്തി. താഴെ എന്താ ചെയ്യണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അത് ജസ്റ്റ് നമ്മുടെ വണ്ടി നമ്പർ നോട്ട് ചെയ്ത് തിരിച്ചു പോയി നോക്കാനോ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ പോകാൻ കഴിഞ്ഞു. സൈഡിൽ ഡാം, നമ്മുടെ റൈറ്റ് സൈഡിലാണ് പോകുന്നുണ്ട് ഡാമാണ്. ഡാം ക്ലോസ്ഡ് ആണ് കേട്ടോ. നമ്മൾ നോക്കിയപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി കാണണമെന്നില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. GS വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.